മൈക്രോ എക്കണോമിക്സിന്റെ പുതിയൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിമാൻഡിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. ഡിമാൻഡ് എന്തൊക്കെയാണ് പഠിച്ചു? ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചു, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ഒക്കെ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഡിമാൻഡിന്റെ പുതിയൊരു ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ആദ്യം പറയാം കേട്ടോ. എൻ്റെ വീടിനടുത്ത് തൊട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു അമ്മയും മകനാണ് താമസിച്ചിരുന്നത്. മകൻ ഗൾഫിലായിരുന്നു ജോലി. അപ്പോൾ കഴിഞ്ഞ മാസം ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ വസ്തുക്കളെല്ലാം ഡിമാൻഡ് ചെയ്തിരുന്നത് സൂപ്പർ മാർക്കറ്റ് ഡിമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവർ കൊടുത്തിരുന്നു, വീട്ടിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം കൊണ്ടുവന്ന സാധനങ്ങളുടെ പകുതിയാണ് അവർ ഈ മാസം കൊണ്ടുവന്ന് കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് കഴിഞ്ഞ മാസം അത്ര ഇക്കുറി വാങ്ങാത്തതെന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇക്കുറി എൻ്റെ മോൻ്റെ ജോലി നഷ്ടപ്പെട്ട വരുമാനം കുറഞ്ഞിരിക്കുകയാണ്. വരുമാനം കുറഞ്ഞിട്ട് ഞാൻ പൈസ കയ്യില്ലാത്തതുകൊണ്ട് ഞാൻ എന്താണ് കുറച്ചേ വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ആപ്പിൾ കണ്ട ഉടനെ ഞാൻ വാങ്ങും. കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ പോയപ്പോൾ ആപ്പിളിന് ഭയങ്കര വില. പൊതുവെ ആപ്പിളിന് നല്ല വിലയാണ് ഉണ്ടാവാറ്. പക്ഷെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ആപ്പിളിന് ഭയങ്കര വിലക്കുറവ്. 3 കിലോ 100 രൂപയെന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആപ്പിൾ എന്ത് ചെയ്തു? കുറച്ചധികം 100 രൂപയ്ക്ക് 3 കിലോ ഡിമാൻഡ് ചെയ്തു. അതുപോലെ കുറച്ചധികം വാങ്ങി ഞാൻ ആപ്പിൾ. അപ്പോൾ അവിടെ ഒന്ന് സംഭവിച്ചു. 2 സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. ആ സിറ്റുവേഷൻ ഏതാണ്? വരുമാനം കുറഞ്ഞപ്പോൾ എന്തായി? ഡിമാൻഡ് കുറഞ്ഞു. വരുമാനം കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? വില കൂടിയപ്പോൾ എന്ത് ചെയ്തു? ആപ്പിളിന്റെ വില കുറഞ്ഞപ്പോൾ കൂടുതൽ ഡിമാൻഡ് ചെയ്തു. അപ്പൊ ഈ 2 സിറ്റുവേഷൻ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ആദ്യം എന്താണ് ഞാൻ ഒന്ന് ഡയഗ്രാമിലൂടെ പറയട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയഗ്രാമിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ചേഞ്ചസ് ഇൻ ഡിമാൻഡിലോട്ടാണ് ഞാൻ വന്നത്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്നാണ് നമ്മളുടെ ടോപ്പിക്. 2 ചേഞ്ച് ഉണ്ട്. ഒന്ന് ഏതാണ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും രണ്ടാമത്തെ 2 ചേഞ്ച് ഉണ്ട്. ഒന്ന് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, രണ്ടാമത്തെ മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ്. മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ് രണ്ടെണ്ണം. ഒന്ന് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും രണ്ടാമത്തേതാണ് മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ഒന്നും കൂടി പറയാം. അവിടെ എന്താ സംഭവിച്ചത്? വരുമാനം കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഡയഗ്രാമിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് പ്രൈസാണ്. നിൽക്കാറും ഇത് പ്രൈസാണ്. പ്രൈസ് ഇത് ഡിമാൻഡാണ് അല്ലേ. വരുമാനം കുറഞ്ഞപ്പോൾ ആദ്യത്തെ ഡിമാൻഡ് കർവ്, ഫസ്റ്റ് ഡിമാൻഡ് കർവ് ഇതായിരുന്നു, DD ആയിരുന്നു ഡിമാൻഡ് കർവ്. അപ്പോൾ വരുമാനം കുറഞ്ഞപ്പോൾ അവരുടെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഡിമാൻഡ് കർവ് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ഡിമാൻഡ് കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ്. ഇതിനെ പറഞ്ഞ പേരാണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ആദ്യ ഡിമാൻഡ് കർവ് ഇതാണ്, ഇത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ആയി. ഇനി അടുത്ത രണ്ടാമത്തെ എന്താണ്? അപ്പോൾ നിങ്ങൾക്കറിയാം ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ ഷിഫ്റ്റിൻ്റെ പേരാണ് ഒന്ന് ലെഫ്റ്റ് വേർഡ് ഒന്ന് റൈറ്റ് വേർഡ് ആണ്. അപ്പോൾ ലെഫ്റ്റ് വേർഡ് എന്നോട് വരച്ചു. ഇനി അടുത്ത നമുക്ക് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരയ്ക്കാം. പ്രൈസ് ഫിക്സഡ് ആണ്. പ്രൈസ് ഒരു മാറ്റമില്ല. രണ്ടിലെ പ്രൈസ് ഫിക്സഡ് ആണ്. അപ്പോൾ ഡിമാൻഡ് കർവ് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ് വേർഡ് ഷിഫ്റ്റിലോട്ടാണ് ഡിമാൻഡ് കർവ് പോവുക. വരുമാനം കൂടുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും ഡിമാൻഡ് കർവ്. അപ്പോൾ ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡും പറഞ്ഞു. ഇന്ന് കൂടുമ്പോൾ എനിക്ക് കുറയുന്നു പറഞ്ഞു. രണ്ടാമത്തെ എന്താണ്? മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ്. പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് കർവിൽ തന്നെയുള്ള മൂവ്മെന്റ് ആണ്. ജസ്റ്റ് ഒരു കർവ് തന്നെ പറഞ്ഞു. പ്രൈസ് ആപ്പിളിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒരു ഡിമാൻഡ് കർവ് വരച്ചാൽ പറയുകയാണ് ആപ്പിളിന്റെ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നു. ഇതാണ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ആപ്പിൾ ഡിമാൻഡ് ചെയ്തിരുന്നത് ഇവിടെ പ്രൈസ് ആണല്ലോ. 100 രൂപയ്ക്ക് 2 കിലോ ആപ്പിൾ ഞാൻ വാങ്ങിയിരുന്നു ധരിക്കാം. പ്രൈസ് കൂടി 200 ആയി. 200 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് ആദ്യം 100 രൂപയപ്പോൾ 2 കിലോ ആയിരുന്നു. 200 രൂപയപ്പോൾ ഞാൻ എന്താ വാങ്ങിയത്? അതിൻ്റെ പകുതിയായിട്ടുള്ള 1 കിലോ ആപ്പിളാണ് വാങ്ങിയത്. നോക്കിയോ, ഇവിടെ മൂവ്മെന്റ് എലോങ് ഡിമാൻഡ് കർവ് അല്ലേ. അപ്പോൾ A to B ആണ് ഇവിടെ വന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് A to B എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ് ഇവിടെ വന്നത്. ഡിമാൻഡ് കുറയല്ലേ ചെയ്ത്. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത്? ആദ്യത്തെ പ്രൈസാണ്. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്താണ്? കുറഞ്ഞു. അപ്പോൾ എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ് ഇവിടെ വന്നത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൈസും ഡിമാൻഡും എക്സ്പാൻഷൻ ആകുമ്പോൾ എന്ത് വരും? പ്രൈസ് ആദ്യം പ്രൈസ് കുറഞ്ഞു. പ്രൈസ്
കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. അടുത്ത എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡിലേക്കാണ് പോകുന്നത്. നോക്കി ഇവിടെ എന്താ സംഭവിച്ചത്? 200 രൂപയ്ക്ക് ഞാൻ 2 കിലോ ആപ്പിളായിരുന്നു ഡിമാൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ 200 100 കുറഞ്ഞപ്പോൾ എന്തായി? 4 കിലോ ആപ്പിളിലേക്ക് പോയി. ഇവിടുന്ന് സംഭവിച്ച് വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടുതൽ വാങ്ങി. നോക്കിയപ്പോൾ വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. ഇവിടെ എന്താ സംഭവിച്ചത്? A to Bയിലേക്കാണ് മൂവ് ചെയ്തത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഇത് പറഞ്ഞ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്, ഇവിടെ എന്താണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡും അതുപോലെ മൂവ്മെന്റ് അലോൺ ഡിമാൻഡും നമുക്ക് ഡെഫിനേഷനിലൂടെ പറയാം. അപ്പോൾ എന്താണ് വാട്ട് ഐ മീൻ ബൈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയേഷൻ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. That is shift in demand. എന്താ പറയും? ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും, ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ഒന്നും മലയാളത്തിൽ പറയാം, എന്താണ്? പ്രൈസും ഫിക്സഡ് ആയിട്ട് മറ്റെല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യും. ഇവിടെ എന്താ ചേഞ്ച് ചെയ്ത്? ഇൻകാണ് ചേഞ്ച് ചെയ്ത്, പ്രൈസ് ഇവിടെ ഫിക്സഡ് ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്, ഇത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്, ഇത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. മനസ്സിലാവും? അടുത്തെന്താണ് പറയുക? അടുത്തെന്താണ്? മൂവ്മെന്റ് അലോൺ ഡിമാൻഡ് കർവ് ആണ്. അതിലെന്താ വരുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡും ആണ് വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതാണ് എന്ത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അടുത്താണ് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നതാണ് എന്ത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് കൂടുന്ന എക്സ്പാൻഷൻ, ഡിമാൻഡ് കുറയുന്ന എന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. രണ്ട് ടോപ്പിക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. ഡിമാൻഡിന്റെ അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് നമ്മൾ പരിശോധിച്ചു അല്ലേ? ഇനി അടുത്ത് നമുക്ക് അത് രണ്ട് വസ്തുക്കളാണ് നമുക്കറിയാം. ഇത് കണ്ടതാണ് നിൽക്കുന്നത്. എന്താ സംഭവം? ഇത് റബ്ബർ ബാൻഡാണ്. എല്ലാവരും പറയുന്നത് റബ്ബർ ബാൻഡാണ്, അറിയാലോ. ഈ റബ്ബർ ബാൻഡില് ഇത് കാണിക്കാൻ, ഇത് ഞാൻ കാണിക്കുന്നത് എന്തായിരിക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറയാം, ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ റബ്ബർ ബാൻഡ് നോക്കിയോളൂ. ചെറിയ ഫോഴ്സ് കൊടുത്താൽ ഇങ്ങനെ വലിയുന്നുണ്ട് അല്ലേ? ഇങ്ങനെ വലിക്കുന്നത്. ഇത് എന്താ പറഞ്ഞാൽ ഇത് പറയുന്നത് ഇലാസ്റ്റിക്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഇലാസ്റ്റിറ്റിയാണ്. പിന്നെ മറിച്ച് ഇതെടുക്കുന്നത് നൂലെടുത്ത് നോക്കൂ. ഈ നൂല് എത്ര വലിയ ഫോഴ്സ് കൊടുത്താലും നൂല് വലിയുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താണ്? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റികത എന്തെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? ഇലാസ്റ്റികത ഇല്ലാത്തതാണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാനാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പരിശോധിക്കാം. അവന് നോക്കൂ, അവിടെ ഈ നമ്മൾ ചെറിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ബാൻഡിൽ ചെറിയ ഫോഴ്സ് എന്ന് പറഞ്ഞു. ഈ ചെറിയ ഫോഴ്സിൽ നമുക്ക് പ്രൈസ് എടുക്കാം. ചില വസ്തുക്കളുടെ പ്രൈസ് എന്താണ്? പിന്നെ പ്രൈസിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വാങ്ങുന്ന അവർ വാങ്ങുന്ന താല്പര്യത്തിൽ എന്ത് ചെയ്യും? വലിയ മാറ്റം സംഭവിക്കും അല്ലേ? പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ ഡിമാൻഡിന് എന്താണ്? അതിനനുസരിച്ചുള്ള ചേഞ്ച് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ചിലപ്പോൾ എന്താണ്? പ്രൈസ് എത്ര കൂടിയാലും കുറഞ്ഞാലും എന്താണ്? ഡിമാൻഡിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു വാങ്ങുന്ന വസ്തുവിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് ഈ രണ്ട് ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അത് പോയപ്പോൾ അവിടെ പിന്നെ ആദ്യം ചെന്നത് നമ്മൾ പലചരക്ക് സാധനങ്ങൾ അടുത്താണ്. അപ്പോൾ ആ കടക്കാരൻ എന്നോട് പറഞ്ഞതെന്നറിയോ? ടീച്ചറെ, ഉപ്പിനുള്ള വില വളരെയധികം കുറഞ്ഞിരിക്കുന്നു, കുറച്ചധികം ഉപ്പ് എടുത്താലോ എന്ന് ചോദിച്ചു. ആ തമാശയോട് ചോദിച്ചു. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പിന് എന്ത് വില കൂടിയാലും കുറഞ്ഞാലും എന്താ സംഭവിക്കുക? ഉപ്പ് നമ്മൾ അത്രയല്ലേ വാങ്ങാൻ പറ്റും. നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഉപ്പിന് ക്വാണ്ടിറ്റിയിൽ വല്ല മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പോൾ എത്ര വില കൂടിയാലും കുറഞ്ഞാലും നമ്മൾ വാങ്ങുന്ന ഉപ്പന്നെ വാങ്ങണം അല്ലേ? പറഞ്ഞപ്പോൾ അവർ തമാശയുടെ അടുത്ത് പോയൊക്കെ പറഞ്ഞു. അടുത്തത് ഞാൻ എന്നിട്ട് നേരെ പോയത് നയിക്കാം. പിന്നെ അരി വാങ്ങാനാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞു, അരി കണ്ടപ്പോൾ പറഞ്ഞു, ടീച്ചറെ അരിക്ക് വല്ലാതെ വില കൂടിയിട്ടുണ്ട് കേട്ടോ. ടീച്ചർ എടുക്കുന്നത് 30 കിലോ അരിയല്ലേ സ്ഥിരം എടുക്കാറാണ്. ഒരു അരിക്ക് കഴിഞ്ഞ മാസം 25 അരിക്ക് ഇപ്പോൾ 30 വില ഇരിക്കുന്നത്. വില കൂടിയിട്ടുണ്ട്, 5 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറെ വില അതുകൊണ്ട് നമുക്ക് കുറയ്ക്കണം, അരി എടുക്കുന്നത് കുറയ്ക്കണം വെച്ചു. ഞാൻ പറഞ്ഞു, അരിക്ക് വില കൂടിയാൽ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അരി നമ്മൾ ഉപയോഗിക്കില്ല, അരി അവശ്യ വസ്തുവാണല്ലോ. അപ്പം ഞാൻ 30 കിലോ 28 കിലോ വേണമെങ്കിൽ എടുത്തോളൂ. 28 കിലോ എടുക്കാം, 2 കിലോ കുറച്ചാൽ മതി. അത് വില കൂടിയാലും കുറഞ്ഞാലും നമ്മളെന്താണ്? നമ്മൾ വാങ്ങുന്ന ഉപയോഗിക്കുന്ന വേണം. അപ്പോൾ അരി വാങ്ങിച്ച് അരിയുടെ കാര്യം കഴിഞ്ഞ് ഞാൻ പിന്നെ അടുത്ത സെഷനിലോട്ട് പോയത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ പോയപ്പോൾ കുറച്ച് കോസ്മെറ്റിക്സിൻ്റെ ഭാഗത്തേക്കാണ് പോയത്. നോക്കുമ്പോൾ കോസ്മെറ്റിക്സ് ഞാൻ എല്ലാ മാസം വാങ്ങുന്നതാണ്, ക്രീം വാങ്ങുന്നതാണ്. നോക്കുമ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, ടീച്ചർ കൊണ്ടുപോകുന്ന ക്രീം ഇതാണ്,
ഈ ക്രീം നോക്കിയപ്പോൾ ടീച്ചർ കഴിഞ്ഞ മാസം 100 രൂപയ്ക്ക് വാങ്ങിയ ക്രീമിന് ഇപ്പം എന്തായി 200 രൂപ വില കൂടി. അപ്പം ഇനി എന്താ ചെയ്യുക, ടീച്ചർക്ക് എത്ര എടുക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം കൊണ്ടേ 100 രൂപയ്ക്ക് വന്നാൽ 200 രൂപയായോ, എന്നാൽ ആ ക്വാളിറ്റിയിൽ പകുതി മതി എനിക്ക്, അതിൻ്റെ പകുതിയായിട്ടുള്ള ചെറിയ ടിന്നെടുത്താൽ മതി എന്ന് പറഞ്ഞു. അത്ര വലിയ ടിന്ന് വേണ്ട, അതിൻ്റെ പകുതിയുള്ള ടിന്നെടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ നേരെ പോയത് കോസ്മെറ്റിക്സ് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയത് പിന്നെ വേറെ ഭാഗത്ത് കുറച്ച് തുണിത്തരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലാണ് പറഞ്ഞു. ആ തുണിത്തരങ്ങളുടെ ഭാഗത്ത് പോയപ്പോൾ പല ടൈപ്പ് തുണികൾ എടുക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ പിന്നെ മോന് ഡ്രസ്സ് വേണമായിരുന്നു. മോൻ്റെ പിന്നെ ഷർട്ടിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ ടീച്ചറെ ഭയങ്കര വില കുറവാട്ടോ. ഒരു 300 രൂപയ്ക്ക് 4 ഷർട്ടൊക്കെ എടുക്കാം, നമുക്ക് ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്തോളൂ, എടുത്തോളൂ, ഇത്ര വില കുറവല്ലേ, വില കുറയുമ്പോൾ നമുക്ക് കുറച്ച് 5-6 എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ ഓരോ വസ്തുക്കളായിട്ട് നമുക്ക് എടുക്കാം. ആദ്യം എന്താ എടുത്തത്, ഉപ്പാണ് അല്ലേ. ഉപ്പ് എന്താ സംഭവിച്ചത്, ഉപ്പിൻ്റെ വിലയിൽ എന്ത് മാറ്റം കൂടുതലും കുറഞ്ഞാലും നമ്മളെന്താണ് കറക്റ്റ് വാങ്ങുന്ന ഉപ്പല്ലേ വാങ്ങുള്ളൂ. ഓക്കെ, രണ്ടാമത് ഇതെന്താ വസ്തു എന്തായിരുന്നു, അരിയായിരുന്നു. അരി എന്താണ് വില കൂടിയാലും നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കാനേ പറ്റൂ, അല്ലാണ്ട് നമുക്ക് അരി എന്തായാലും വേണം, ഉറപ്പല്ലേ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്, കോസ്മെറ്റിക്സ് ആണ്. കോസ്മെറ്റിക്സിന്റെ വില ഇരട്ടിയായപ്പോൾ അതിന്റെ പകുതി മതി എന്ന് പറഞ്ഞു. വില പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഇരട്ടിയായപ്പോൾ അതിന്റെ പകുതി ഈ ഒന്നെന്ന് കാണുന്നത്. അടുത്ത് എന്താണ് പറഞ്ഞത്, ക്ലോത്തിന്റെ എന്താണ് വില വല്ലാണ്ട് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇരട്ടി കൂടുതൽ എന്ത് ചെയ്തു, ഷർട്ടിൽ നിന്ന് ഡിമാൻഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി നേരത്തെ പറഞ്ഞു, എന്താ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ വരുന്ന മാറ്റമാണ് എന്ത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ പ്രൈസിൽ ഓരോരോ വസ്തുവിനെയും പ്രൈസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡിലത് മാറ്റുമ്പോൾ നിങ്ങൾ കണ്ടുപിടില്ലേ, അതിന്റെ റെസ്പോൺസ് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ അതിന് അവരുടെ ടൈപ്പാക്കി നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ടൈപ്പാണിത്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയും. ഉപ്പ് ഉപ്പിന്റെ ഞാൻ പറയുമ്പോൾ ഉപ്പിന്റെ വരയ്ക്കുമ്പോൾ എന്താണ്, ഉപ്പിന്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും എന്താണ്, ഉപ്പിന്റെ ഡിമാൻഡ് എന്തായിരിക്കും, കർവ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ പ്രൈസ് P1 P2 ഇപ്പോൾ പ്രൈസ് കൂടി വെച്ചോ ഉപ്പിന്റെ ഡിമാൻഡ് ആ ഓക്യൂ ഡിമാൻഡ് തന്നെ വരില്ല. ആ ഒരു ഡിമാൻഡ് കർവ് എന്താണ്, ഫിക്സഡ് ആയിരിക്കും. ആ ഡിമാൻഡ് കർവ് അങ്ങനെ വരുന്നു. ഇവിടെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് കർവ് എന്ന് പറയും. ആ കർവ് എന്ന് പറയും കോൺസ്റ്റന്റ് ഇലാസ്റ്റിറ്റി ഡിമാൻഡ് കർവ് എന്ന് പറയും. ഒന്നാമത്തെ ടൈപ്പ് എന്താണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഉപ്പിന്റെ കാര്യത്തിലാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അടുത്ത രണ്ടാമത്തെ ഞാൻ പറയും, രണ്ടാമത്തെ എന്താ കമ്പോർട്ട് ചെയ്തായിരുന്നു, അരിയായിരുന്നു അല്ലേ. അരിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, ഡിമാൻഡില് പ്രൈസിൽ ചെറിയൊരു മാറ്റം വന്നു അല്ലേ. പ്രൈസ് ചെറുതായിട്ട് ഓടിയപ്പോൾ ഡിമാൻഡ് എന്താണ്, ചെറുതായിട്ട് കുറയ്ക്കാൻ പറ്റുന്നു. പ്രൈസ് കൂടുതൽ പ്രൈസിൽ വലിയൊരു ചേഞ്ച് വന്നപ്പോൾ ഡിമാൻഡ് ചെറിയൊരു ചേഞ്ച് അല്ലേ. പ്രൈസ് കൂടി 25 30 ഞാൻ എന്താ ഈ 30 കിലോ 28 കിലോ ആക്കി. അതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം എന്താണ്, അരിയാണ് റിലേറ്റീവ് ഇലാസ്റ്റിക്. അരിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ, അരിയാണ്. അപ്പോൾ പ്രൈസിന്റെ വലിയൊരു ചേഞ്ച്, ഡിമാൻഡിൽ ചെറിയൊരു ചേഞ്ച്, അതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്, അരിയുടെ ഉപ്പ്, അതുപോലെ അരി. അടുത്ത കോസ്മെറ്റിക്സ് ആണ്. കോസ്മെറ്റിക്സിന് സംഭവിച്ചത് എന്താ സംഭവിച്ചത്, പ്രൈസിലുള്ള ചേഞ്ച് തന്നെ എന്തിലേക്ക് വന്നു, ക്വാണ്ടിറ്റിയിലെ ചേഞ്ചിലേക്ക് വരും. പ്രൈസ് ഒരേ സെയിം പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് അല്ലേ. പ്രൈസ് എന്തായി മാറി കൂടി, അപ്പൊ അതിന്റെ പകുതിയാണ് ഞാൻ ഡിമാൻഡ് ചെയ്തത്. അപ്പോൾ എന്തിന് എന്താണ്, സെയിം പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് എന്ന് വരുന്നത്. ചേഞ്ച് വരുമ്പോൾ ഒന്ന് കൂടുമ്പോൾ ചേഞ്ച് ആകാൻ കൂടുമ്പോൾ മറ്റൊന്ന് കുറയാണ്. അപ്പോൾ ഒരേ പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൂടുമ്പോൾ ഒരേ പ്രപ്പോർഷനേറ്റ് ആയിട്ട് കുറയുന്നു. അപ്പോൾ പറഞ്ഞാൽ ഒരേ ചേഞ്ച് ആണ്, പ്രൈസ് ഒരേ ചേഞ്ച്, ഡിമാൻഡ് ഒരേ ചേഞ്ച്. അതിന് പറയുന്നതാണ് യൂണിറ്ററി ഇലാസ്റ്റിക്. വേറൊരു പേര് പറയും റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയും. ഇലാസ്റ്റിക് വേറെ പേരെന്താണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പഠിച്ചത്, കോസ്മെറ്റിക്സ് കഴിയുമ്പോൾ ക്ലോത്ത് ആണ്. അതിന് ഉദാഹരണം റിലേറ്റീവ്ലി ഇലാസ്റ്റിക് എന്താണ് സംഭവിക്കുന്നത്, ക്ലോത്തിന് വില വല്ലാണ്ട് കുറഞ്ഞപ്പോൾ എന്താണ്, വിലയുടെ മാറ്റം ചെറുതും ഡിമാൻഡ് എന്താണ് മാറ്റം വലുതുമാണ്. വില ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്തായി വലുതായിട്ട് കൂടി. എന്താ, ഡിമാൻഡിന്റെ ചേഞ്ച് വലുതും വിലയുടെ ചേഞ്ച് എന്താണ് കുറവുമാണ്. അതെന്ത് പറയുന്നത്, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടി വേണ്ടത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്.
അതിനെന്താ ഉദാഹരണമൊന്നുമില്ല എന്താണ്, വിലയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ ഡിമാൻഡ് എന്താണ് ഇൻഫിനിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. വമ്പൻ ഡിമാൻഡ്, വില ചെറുതായൊന്നും കുറേ കൂടെ ചെയ്താലും ഒരുപാട് ഡിമാൻഡിങ് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണം പറയാനില്ല. അപ്പോൾ അത് നമുക്ക് കാണിക്കാനേ പറ്റുള്ളൂ. ഒരു സ്ലൈറ്റ് ചേഞ്ച് ഡിമാൻഡ് കർവ് എന്താണ് ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്താണ്, പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, രണ്ടാമത്തെ എന്താണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, മൂന്നാമത്തെ യൂണിറ്ററി ഇലാസ്റ്റിക്, നാലാമത്തെ റിലേറ്റീവ്ലി ഇലാസ്റ്റിക്, അഞ്ചാമത്തെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അപ്പൊ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് പഠിക്കണം, അതിന്റെ വാല്യൂ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ ഫസ്റ്റിൽ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാധ്യത ഉപ്പായിരുന്നു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് EP = 0 ആണ്. അടുത്ത എന്താണ് അതിന്റെ വാല്യൂ EP എന്ന് പറഞ്ഞാൽ 0 ആണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ് പറഞ്ഞത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ <1 ആണ്. അടുത്തത് മൂന്നാമത്തെ ഇലാസ്റ്റിക് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, 1 ആണ് ഇലാസ്റ്റിക്. അടുത്ത റിലേറ്റീവ് ഇലാസ്റ്റിക് എന്താണ് >1 ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്താണ് ഇൻഫിനിറ്റി ആണ്. ഇലാസ്റ്റിക് വാല്യൂ എന്താണ് ഇൻഫിനിറ്റി ആണ്. അതിന്റെ വാല്യൂ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് ടോപ്പിക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഇലാസ്റ്റിക് നമ്മൾ ഇക്വേഷൻ എന്താ പറയുന്നത്, EP = percentage change in quantity demanded divided by percentage in quantity demanded divided by percentage change in price. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പറയുന്നത്. പെർസെൻറ്റേജ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ ഇക്വേഷനിലോട്ട് മാറ്റാം. ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് നമ്മളിങ്ങനെ ഡെൽറ്റ അല്ലെ, ഡെൽറ്റയാണ് നമ്മൾ ചേഞ്ച് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഡെൽറ്റ Q/Q × 100 എന്നുള്ള ഡെൽറ്റ Q പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ Q പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറ്റിയിട്ട് നമ്മൾ ഡെൽറ്റ Q/Q എന്നാക്കാം. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്വാണ്ടിറ്റി × 100 ഓൾ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിനെ അങ്ങോട്ട് മാറ്റാം, ഡെൽറ്റ P/P × 100 എന്നേക്ക് മാറ്റാം. പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തായി മാറ്റാം, ഡെൽറ്റ Q/Q × 100 ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിന് എന്ത് മാറ്റാം, ഡെൽറ്റ P/P × 100. ഇതിൽ ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. Q എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്. ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. P എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ പ്രൈസ് ആണ്. നമ്മൾ ഇങ്ങനെ ഇക്വേഷനിലോട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ മാറ്റിയതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 100 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇതോട് ഇക്വേഷൻ മാറ്റി തിരിച്ചിട്ട് അങ്ങനെ ആക്കാം. ഡെൽറ്റ Q/Q ഈ ഇതങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ തിരിച്ചിട്ട് കുടിക്കുക പറയും. P/ഡെൽറ്റ P മാറ്റി. ഞങ്ങൾക്ക് ഡെൽറ്റയിലേക്ക് ഒരുമിച്ച് ലാസ്റ്റ് പ്രൈസ് ലാസ്റ്റ് ഇക്വേഷൻ ആണ്. ഡെൽറ്റയെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ Q/ഡെൽറ്റ P × P/Q എന്ന ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താണ് ഇലാസ്റ്റിക് കർവ് ഇക്വേഷൻ, എന്താണ് ഡെൽറ്റ Q/ഡെൽറ്റ P × P/Q. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ പ്രൈസ്, P എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, Q എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി. ഉദാഹരണം ഞാൻ പറയാം, ജസ്റ്റ് എഴുതാൻ പോവാണ്. ഇവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും, പ്രൈസ് ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നത്. പ്രൈസ് ക്വാണ്ടിറ്റിയിൽ പ്രൈസ് 10 ന്ന് 20 കൂടി. ആപ്പിളിന് എടുക്കാം, 10 രൂപയിൽ നിന്ന് 20 രൂപയിലേക്ക് മാറിയിരിക്കാം. അപ്പൊ ക്വാണ്ടിറ്റി എന്തായി മാറി, 20 ൽ നിന്ന് 15 പറഞ്ഞു. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണമല്ലോ. ഒരു വസ്തുവിന്റെ പ്രൈസ് 10 ൽ നിന്ന് 20 ആയപ്പോൾ ക്വാണ്ടിറ്റി എന്താണ് 20 ൽ നിന്ന് 15 കുറഞ്ഞു ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് 20 കിലോ ഡിമാൻഡ് ചെയ്ത് 15 കിലോ വാങ്ങിയുള്ളൂ, 10 രൂപയിൽ 20 ആയപ്പോൾ. ഇത് നമുക്ക് ഇക്വേഷൻ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതിൽ എന്താ കാണുന്നത്, ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ Q/ഡെൽറ്റ P × P/Q എന്നോട് ഇക്വേഷൻ എഴുതാം, വലുതാക്കി എഴുതാം. ഡെൽറ്റ Q/Q ഡെൽറ്റ Q/ഡെൽറ്റ P × P/Q എന്നാണ് ഇക്വേഷൻ. ഡെൽറ്റ Q ഡെൽറ്റ P × P/Q. ഇത് ഡെൽറ്റ P. ഇതിൽ ഈ ഇക്വേഷനിലെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ഡെൽറ്റ Q
ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 5ആണ്. എങ്ങനെ 5 കിട്ടിയത്? 20 15 മൈനസ് 20 മൈനസ് എന്താ 5 നട്ടാൽ മതി. ഡെൽറ്റ പി ചേഞ്ച് കാണിച്ചത്. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ 20 10 ചോദിച്ചാൽ 10ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഡെൽറ്റ പി കിട്ടി. പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റിയാണ്. നമുക്കിത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുമ്പോൾ 5 ഡെൽറ്റ പി എത്രയാണ്? 10 ഇൻറ്റു പി ബൈ ക്യൂ എത്രയാണ്? 10/20ആണ്. നമുക്ക് മാറ്റാം. 5 4 1. അപ്പോൾ എന്താ ഉത്തരം വരുന്നത്? ആൻസർ 1/4 ആണ്. ആൻസർ 1/4 ആണ്. പിന്നെ ആൻസർ കിട്ടും. ലാസ്റ്റ് ടി പി എന്താണ്? 1/4 ആണ് ഇ പി. ഇതാണ് ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കണക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇങ്ങനെ കണക്കല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക. പ്രൈസ് കൂടുമ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടുമ്പോൾ 10 20ആയി, ക്വാണ്ടിറ്റി 20 ക്വാണ്ടിറ്റി കുറഞ്ഞ് 20 15ആയി. അപ്പോൾ ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെയാണ് കണക്ക് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അത് കുറച്ച് വർക്കുകളുണ്ട്. ഒന്ന് നമ്മൾ ആ ഡിമാൻഡ് ഭാഗത്തിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കാണില്ല. ഷെഡ്യൂൾ നിങ്ങൾ ആദ്യം പഠിച്ച് മാർക്കറ്റ് ഡിമാൻഡ്, ഫൈൻഡ് മാർക്കറ്റ് ഡിമാൻഡ്. അതുപോലെ രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് ഇതേപോലത്തെ ഫൈൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. ഞാൻ എൻ്റെ വർക്ക് ഓഫീസിൽ അയക്കാം. അപ്പം നിങ്ങളനുസരിച്ച് മറുപടി തന്നാൽ മതി. ഓക്കെ.